ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് 2 ഗിഗാണ് കിട്ടിയുള്ളത്. 12 to 2, 2 to 3. നമുക്ക് ഓൺലൈനിലേക്ക് പോവാം. ഓൺലൈനാക്കാം. ഇത് 12:26. ഇതുവരെ ഒരു ഓർഡറും അടിച്ചിട്ടില്ല. നമ്മൾ നിൽക്കണത് ശോഭ സിറ്റി മാളിലാണ്. ഇപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരിപ്പോൾ ഓർഡർ എടുക്കണ ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ അവിടെ ആർക്കും ഓർഡർ അടിച്ചിട്ടില്ല. വെയിറ്റിംഗ് ആണ്. ഇന്ന് ശോകമാണോ എന്താണെന്നറിയില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഒരു ഓർഡർ അടിക്കാൻ. ശോഭ സിറ്റി മാളിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടികളായിട്ട് വരുന്നവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് EV സൂപ്പർ ചാർജിങ് സ്റ്റേഷൻ. ഇവിടെ അതെ ഒരു ഓർഡർ അടിക്കും. കാണിച്ചത് എത്രയാണ്? 56 വരെ ഓർഡറാണ് സബ്വേന്ന്. എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാം. റീച്ചിൽ കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെയാണല്ലോ നിൽക്കുന്നത്. 8 മിനിറ്റാണ് കാണിക്കുന്നത് പിക്കപ്പിന്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ കാണിച്ചു തരാൻ വന്നത് EV സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടിയായിട്ട് വരുന്നവർക്ക് ഇവിടെ ചാർജിനിടാം. ഇതറിയാത്തവർ ഇത് നോക്കിക്കോ. അപ്പോൾ നമ്മളിവിടെ സിനിമയ്ക്കോ ഷോപ്പിങ്ങിനൊക്കെ വരുമ്പോൾ അതും കൂടി ചെയ്തിടാം. അപ്പോൾ ടൈം സേവ് ചെയ്യാം. നമ്മുടെ ഓർഡർ റെഡി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോപ്പപ്പ് വന്നു. നമുക്കപ്പോൾ സബ്വേക്ക് പോവാം ഓർഡർ എടുക്കാം. നമുക്ക് നമ്മുടെ ഓർഡർ കിട്ടി. നമുക്കിത് ഡെലിവറി ചെയ്യാം. നമുക്ക് ഓർഡർ എൽത്തുരുത്ത് ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 5 കിലോമീറ്റർ കാണിക്കണം. 12 മിനിറ്റ്. നമുക്ക് പോവാം. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഡെലിവറി. അടിയിലേക്ക് പേയ്മെൻറ്റ് ചെയ്തു. വണ്ടി ഓൺ ആക്കണേക്ക് മുമ്പ് അടുത്ത ഓർഡർ കിട്ടി. 33 രൂപ വരെയാണ്. പിക്ക് ചെയ്യാം. നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി. ബീച്ചിൽ കൊടുക്കാം. റെഡി ആയിട്ടില്ല. 1 മിനിറ്റ് എന്നാണ് കാണിക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഐറ്റം കിട്ടി. നമുക്ക് റെഡി കൊടുക്കാം. ഈ ഓർഡർ ഒരു വെറൈറ്റി ഓർഡർ ആയിരുന്നു. ഇത് ട്രെയിനിലേക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പോവാം. എന്നിട്ട് അവിടെ സൊമാറ്റോൻ്റെ സ്റ്റാഫുകളുണ്ടാവും. അവർ ആ ട്രെയിൻ വരുന്ന സമയത്ത് അങ്ങോട്ട് എത്തിക്കും. അങ്ങനത്തെ പരിപാടി. അത് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ തന്നെ നമുക്ക് വേറെ ഓർഡർ അടിച്ചു മിഡ് ടൗണിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റീച്ച് കൊടുക്കാം. സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്യാം. നമുക്കങ്ങനെ ഓർഡർ കിട്ടി. ഫിഷ് കറി മീൽസാണ്. ഈ ഓർഡർ പൂങ്ങുന്ന ഭാഗത്തേക്കായിരുന്നു. നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് റീച്ച് കൊടുക്കാം. പൈസ കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കസ്റ്റമറിനെ പോയി കാണാം. തേർഡ് ഫ്ലോറാണ് കാണിച്ചേക്കുന്നത്. തേർഡ് ഫ്ലോർ ശോഭ ഹൈലൈറ്റ്സ്. ബാക്കിമനെ തുറക്കു ചെയ്ത്
കൊടുത്തിട്ട് വരാം. അവർ പേയ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. വെയിറ്റ് ചെയ്ത് നോക്കിയാൽ പേയ്മെൻറ്റ് സക്സസ് ആയി. പിന്നെ നമുക്ക് ഓർഡർ ഡെലിവറി കൊടുക്കാം. $36. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൊമാറ്റോൻ്റെ അതൊരു താങ്ക് യു. ഓക്കെ, അടുത്ത ഓർഡർ ഉണ്ടോ? ഹോട്ടൽ അക്ഷയ അടുത്തുണ്ട്. പറഞ്ഞില്ലേ ഇതേ അക്ഷയെന്ന് ഓർഡർ വന്നു. $47 സെറ്റ് ചെയ്യാം, അങ്ങോട്ട് പോവാം. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അവസാനം സാധനം കിട്ടി. ഒരു 15 മിനിറ്റ് ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സാധനം കയ്യിൽ കിട്ടി. നമുക്ക് ഇവിടുന്ന് 4.4 കിലോമീറ്ററാണ് കാണിക്കണം. ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചവർ ഫോൺ വിളിച്ചിട്ടാണ് എടുത്തൂല. അങ്ങനെ അതെന്തായാലും കൊടുത്ത് അവസാനിപ്പിച്ചു. തൊട്ടടുത്തൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് വീടൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുകൊടുത്തു. ഇനി അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ 2:17 നമ്മളാകെ മൊത്തം ചെയ്തിട്ടുള്ള ഓർഡർ 4 ഓർഡർ കംപ്ലീറ്റ് ആയി നമ്മുടെ. ഇനി ഓർഡർ കിട്ടുമോ നോക്കാം. 3 മണി വരെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നീണ്ട വിശ്രമത്തിന് ശേഷം അടുത്ത ഓർഡർ അടിച്ച് ചിക്കീസിന് ശോഭ സിറ്റിയിലാണ് സെറ്റ് ചെയ്യാൻ. നമ്മളിവിടെ എത്തിയിട്ടുള്ള കാരണം റീച്ചും കൊടുക്കാം. 18 മിനിറ്റാണ് പിക്കപ്പ് ടൈം പറയണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓർഡർ എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പിക്കപ്പ് കാണിച്ചു. അപ്പോൾ പോയി എടുക്കാം. സാധനം റെഡി ആയിട്ട്. ഓക്കെ, നമുക്ക് ഓർഡർ കിട്ടി. ഇത് കൊണ്ടുകൊടുക്കാം. കൊണ്ടുകൊടുക്കുമ്പോഴേക്കും സമയം കഴിയുമെന്നറിയില്ല. നോക്കി വെക്കാം. ഇല്ലെങ്കിൽ അടുത്ത ഓർഡർ എടുക്കാം. 3 മണിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഭക്ഷണം കഴിക്കാം. നല്ല ചോറ്. ഇതെന്തിട്ട് മീൻ കറി? മീന് എന്തൊരു നെയ്മീനാണ് അതറിയാം. കടൽ മീനാണ്. കടൽ മീനിനെ നെയ്മീൻ എന്ന് പറയോ? അപ്പോൾ ചോറ് കഴിച്ചിട്ട് കാണാം. ഈ നിങ്ങൾ ഷിഫ്റ്റ് വേറൊരു കാര്യം വന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ പറയാം. ഞാനപ്പോൾ ശരിക്ക് 6 മണി തൊട്ട് 11 മണി വരെ സൊമാറ്റോൻ്റെ ഗിഗ് ബുക്ക് ചെയ്തിട്ട് സൊമാറ്റോ ഓടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ 3 മണിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്. അങ്ങനെ ഞാൻ പ്രൈവറ്റ് കാർ എടുത്ത് പോകാറുണ്ട്. പ്രൈവറ്റ് ഡ്രൈവറായിട്ട്, ഈ എന്താ പറയുക, കോൾ ഡ്രൈവർ പോലെ. അപ്പോൾ അങ്ങനൊരു വർക്ക് കിട്ടി. അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ 5:30 തൊട്ട് ഒരു 7 മണി വരെ ഉള്ളൂന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 7 മണിക്ക് ശേഷം സൊമാറ്റോ ഓടാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കണം. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. വണ്ടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇതാണ്, ഹ്യുണ്ടായി ക്രെറ്റ. ഇതാണ് നമുക്ക് ഇന്ന് ഓടിക്കാൻ കിട്ടിയേക്കണമുണ്ട്. നമ്മളിപ്പോൾ പുഴയോർ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് ഇവിടെ എന്തൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ പുഴയോരം കുട്ടനെല്ലൂരിന്ന് പുത്തൂർ പോണ റൂട്ടിൽ കാണുന്ന റിസോർട്ടാണ്. അത്യാവശ്യം നല്ല വലിയ റിസോർട്ടാണ്. അവിടെ ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക എല്ലാ ദിവസവും ഇവിടെ പ്രോഗ്രാംസും മറ്റും നടക്കുന്നെന്ന് അറിഞ്ഞു. ഓരോ വണ്ടികൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും കാണാണ്ടോ എന്ന് നോക്കട്ടെ. ഇത് പുഴയോരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പുഴയോരം റിസോർട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ആനേനെ
ആനയുടെ ഒരു പ്രതിമ. നല്ല ഭംഗിയുണ്ട് ആനനെ കാണാൻ. ഒരു അടിപൊളി ഫോട്ടോ പോയിന്റ് കാണിച്ചു തരാം. എന്താ ഭംഗി, നല്ല അടിപൊളിയായിട്ട് അവർ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ പ്രോപ്പറെല്ലാം തോന്നുന്നുണ്ട് സ്വിമ്മിംഗ് പൂള്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ടാണോ അതിപ്പോൾ ഇവിടേക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ട്. സമയം 8:30. പ്രൈവറ്റ് വണ്ടി പാർട്ടീനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവിടുന്ന് ഇറങ്ങണേറ്റ് മുമ്പ് ആ പ്രോഗ്രാമിന് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ സൊമാറ്റോ ഓടിയിട്ട് കാര്യം ഉണ്ടാവില്ലേ, അപ്പോൾ വീട്ടിൽ പോവാനായിട്ട് നിൽക്കുകയാണ്. സൊമാറ്റോ അവിടെ നിന്നില്ല, ഇൻസെൻറ്റീവ് മുട്ടാനുള്ള ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.